ഇന്ന് ഞാനൊരു പുതിയ നാടൻ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചോറ് കൊണ്ട് നമ്മളിങ്ങനെ പായസം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോറ് കൊണ്ട് പായസം വെക്കാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണല്ലോ ഒഴിച്ചിട്ട് അതിലേക്ക് 4 ഏലക്ക, 2 അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കപ്പ് ചോറ് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടി പിടിച്ചാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടി പിടിക്കാതെ ഒരു സിമ്മിലിട്ടിട്ട് വേണം ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. ചട്ടി എന്നിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. തേങ്ങാപ്പാലും അരച്ചെടുത്ത ചോറും അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളുപ്പ്, ഏലക്ക, പഞ്ചസാര പൊടിച്ചത് 1 ടീസ്പൂണ്, ഒരു ഗ്ലാസ് പഞ്ചസാര എല്ലാം കൂടി ഇട്ട് നന്നായി വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുന്നത് വരെ ഇളക്കുക. തിളച്ച് വന്നതിന് ശേഷം അത് ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പൊക്കെ ഒന്ന് പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കുക. അവനവൻ്റെ പാകത്തിനായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വാങ്ങി വെക്കുക. എന്നിട്ട് മറ്റൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിൽ കുറച്ച് ഡാൽഡ നെയ്യോ ഒഴിച്ചെടുത്ത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിട്ടിട്ടുള്ളത് ഡാൽഡേന് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് ഇളക്കി നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിയതിന് ശേഷം ആദ്യം തയ്യാറാക്കി വെച്ച പായസം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മക്കൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഇത് വെക്കണേ. ഇനി ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളായിട്ട് ചെയ്യാൻ ഉള്ള റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അപ്പം ഞാൻ പായസം ഇതാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കി കുട്ടികൾക്ക് കൊടുത്തു. നല്ല അഭിപ്രായമാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. മറക്കാതെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, അസ്സലാമു അലൈക്കും.